ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വലിയ കാലിഫോർണിയൻ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലിഫോർണിയയിലെ ലിവർമോറിൽ നിന്ന് നമ്മൾ ലോഡെല്ലാം എടുത്ത് ഇന്നലെ തിരിച്ചു വന്ന വഴിക്ക് നമുക്ക് ട്രക്കിൽ വെച്ച് ചെയിൻ ഇടേണ്ട വന്നു. ശരിക്കും ഈ ഒരു ട്രിപ്പ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നില്ലായിരുന്നേ. അപ്പോൾ എന്തായാലും ട്രക്കിൽ ചെയിൻ ഇടേണ്ട വന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മാത്രം ഒരു വ്ലോഗ് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലെ രാത്രിയിലായ ചെയിൻ ഇടൽ മഹാമഹത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ഏരിയയിൽ നിന്ന് ലോഡും എടുത്ത് തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. നമ്മളിപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന റൂട്ടിലാണുള്ളത്. അപ്പം ഈ 80യിൽ നമ്മൾ ട്രക്കി എന്ന് പറയുന്ന സ്ഥലം അടുക്കുന്നു. ഏത് ലേക്ക് താഹോ നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇന്ന് ഡേറ്റ് മാർച്ച് മാസം 31 രാത്രിയാണ്. അപ്പം മാർച്ച് മാസം 31 കേട്ടോ. ബാക്കി എല്ലായിടത്തും ടെമ്പറേച്ചർ പ്ലസ്സായി വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഈ സമ്മിറ്റിൽ ഇപ്പം സ്നോ സ്റ്റോമിനുള്ള വാണിംഗ് ഉണ്ട്. അപ്പം ഇപ്പോൾ കണ്ടോ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴ പയ്യെ ഇനി സ്നോ ആയി മാറി ഭയങ്കര. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ രണ്ട് സ്നോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ചെയിൻ വാണിംഗ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. സമയം പാതിരാത്രി 11 മണിയാണ് നമ്മുടെ ലോക്കൽ ടൈം. പക്ഷേ ഇവിടെ 3 മണിക്കൂർ പുറകിൽ കേട്ടോ. കാരണം ചെയിൻ ഇടേണ്ട വരികയല്ല, പക്ഷെ നമ്മുടെ എല്ലാ ട്രക്കുകളും 6 ചെയിൻ മിനിമം ക്യാരി ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ടോൾ ബൂത്ത് പോലെ ഒരു സെറ്റപ്പ് വരും. അവിടെ ഇപ്പം കാരണം നമ്മൾ നിർത്തി അവർ നമ്മളോട് ചോദ്യം ചോദിക്കും എത്ര എണ്ണം ഉണ്ട്, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ഈ ട്രിപ്പ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നില്ലായിരുന്നു. കണ്ടോ ഇപ്പോൾ ഒരു ഫ്ലാഷ് ചെയ്ത ലൈറ്റ് ഉണ്ടോ, അതിൻ്റെ അകത്ത് ഓൾ ട്രക്സ് മസ്റ്റ് എക്സിറ്റ് എന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു നമ്മുടെ നാട്ടിലെ പോലീസ് ചെക്കിങ് പോലെ കുറച്ച് ആൾക്കാർ നിന്ന് നമ്മുടെ ചെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരു കാർഡ് തന്ന് എവിടെയൊക്കെയാണ് ചെയിൻ ഇപ്പോഴത്തെ വാണിങ്ങിൽ ഇടേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടാവും. പിന്നെ ചെയിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയിൻ പർച്ചേസ് ചെയ്യാൻ നമുക്കൊരു സെറ്റപ്പ് ഉണ്ടാവും. അതൊന്ന് കാണാം. ഈ എക്സിറ്റ് എല്ലാ ട്രക്കുകളും എടുക്കണം. ഇവിടെ ചെയിൻ ചെക്ക് ഉണ്ടെന്നാണ് എഴുതിയിരുന്നത്. ആരെങ്കിലും കാണും. കണ്ടോ, ഒരു ട്രക്ക് കയറാണ്ട് സൈഡിൽ കൂടെ പോയത് അവനെ പോലീസ് പിടിച്ചു. എല്ലാ ട്രക്കുകളും എക്സിറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഒരുത്തനത് കയറാതെ പിടിവിട്ട് അവനെ പിടിച്ചു പോലീസ്. വലിയ ടിക്കറ്റ് ഉണ്ടാവും മിക്കവാറും. Hi. Good. Got all your chains? Yeah, we have chains. All right, good. Minimum at Kingville. Okay, all right. Thank you. You too. നമ്മുടെ സ്ഥിരം പരിപാടിയായതുകൊണ്ട് നമുക്കറിയാം ഇത്ര ഉള്ളു കേസ്. അപ്പോൾ നമ്മുടെ ചെയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ വണ്ടി നിർത്തി കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അവർ തന്ന ഒരു കാർഡ് എവിടെയൊക്കെയാണ് ചെയിൻ ഇടേണ്ടതെന്നുള്ളത്. സമയം ഇച്ചിരോടെ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല കട്ട മഞ്ഞ് ഇവിടെ പെയ്യും. ഇവിടെ പെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ് പെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ട്രക്കി ഹിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലെ മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ചില റീൽസ് ഇൻസ്റ്റഗ്രാമിലും ചില നമ്മുടെ വീഡിയോസും ഉണ്ട്. അവിടെ ഇതിനെ ഡേഞ്ചർ ആക്കുന്നത് ഇത് വലിയൊരു മൗണ്ടനാണ്. അപ്പം സൈഡിലേക്കൊക്കെ കൊക്കയാണ്. ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ താമരശ്ശേരി ചുരത്തിലൊക്കെ മഞ്ഞ് പെയ്ത് തെന്നി തെറിച്ച് കിടക്കുന്നത്. അപ്പം ഒന്ന് തെന്നി പോയി കഴിഞ്ഞാൽ സൈഡിലേക്ക് മറിഞ്ഞങ്ങ് പോകും. അത് വലിയ ഡേഞ്ചറല്ലേ. അതാണ് ഇവിടുത്തെ കാര്യം.
നമ്മൾ വേണ്ട മൗണ്ടൻ കയറി മൗണ്ടൻ്റെ മുകളിലെത്താറായിട്ടോ. മുകളിലെത്താറായപ്പോഴത്തേക്ക് ആ മഴ വേണ്ട സ്നോ ആയി മാറി. സാധാരണ അങ്ങനെയാണ്, മഴയാണ് സ്നോ ആയിട്ട് മാറുന്നത്. കാരണം പുറത്തെ ടെമ്പറേച്ചർ ലോ ആയ സ്നോ ആയി മാറുന്നു, ടെമ്പറേച്ചർ ഹൈ ആയ ആ സ്നോ മഴയാവുന്നു. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെറിയ ട്രാൻസിഷൻ. നമ്മൾ ചെയിൻ ഇട്ടിട്ടില്ല, നമ്മുടെ കയ്യിൽ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ആ പീക്ക് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഏറ്റവും ഒരു മൗണ്ടൻ്റെ ഏറ്റവും മോൾ ഭാഗം, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും സെറ്റാകുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പോകുന്നവരാരും ചെയിൻ ഇട്ടിട്ടില്ല. ടെമ്പറേച്ചർ നമുക്കിപ്പം 2 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു. കാരണം ഈ ഇച്ചിരി സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു പാടായിരിക്കും. കാരണം നമ്മുടെ ദേവസ്യാച്ചൻ പകലത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് പാവം കിടന്ന് ഉറങ്ങുക. എങ്ങനെയൊക്കെ പോയാലും ചെയിൻ ഇടാൻ നേരത്ത്, കാരണം കട്ടിലിനടിയിൽ നമ്മൾ ചെയിനെല്ലാം സ്റ്റോറേജ് ചെയ്യുന്നത്, എന്തായാലും ദേവസ്യാച്ചനെ വിളിക്കേണ്ടി വരും. അപ്പം ഇവിടെ ഉറക്കവും പോകും. ഒരു ഇച്ചിരി നേരത്തേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ, കടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഓരോ മിനിറ്റും താമസിക്കും തോറും ഈ മഞ്ഞ് വീണ് അക്യുമുലേറ്റ് ചെയ്ത് ഭയങ്കര സ്നോ ആയി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടയിൽ കുറച്ച് ബ്രേക്ക് ഡൗണുകളൊക്കെ ഉണ്ട്. മറ കാര്യം കഷ്ടമാണ് ബ്രേക്ക് ഡൗൺ ഈ ഒരു സമയത്ത് കിട്ടിയത്. കാരണം ഈ സ്നോഫോളിൻ്റെ ഇടയ്ക്ക് ഇനി എങ്ങനെ ഇവരെ റിക്കവർ ചെയ്യും? അപ്പം ഇവന്മാരും മൊത്തം ഈ ഒരു സ്നോഫോളിൻ്റെ സമയത്ത് മിക്കവാറും അവിടെ പെട്ടുപോകും. ഇപ്പോൾ സൈഡിൽ കണ്ടില്ലായിരുന്നു ഒരു വണ്ടി കോൺ വെച്ച് കിടന്നത്. ഏറ്റവും വേഴ്സ്റ്റ് സമയമാണ്. അപ്പം എത്രയും പെട്ടെന്ന് മല ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മൾ വിടും, ഉറപ്പായിട്ടും വിടും. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടെമ്പറേച്ചർ ഇപ്പോൾ 1 ഡിഗ്രിയാണ്, മൈനസിലേക്ക് പോയിട്ടില്ല. ഒരു -2 or 3 ആയിക്കഴിഞ്ഞാൽ ഈ നിലത്ത് കിടക്കുന്ന ഇതെല്ലാം നല്ല തെന്നിച്ചാവും. കാരണം ഐസിലേക്ക് മാറും. നിലത്ത് റോട്ടിൽ കിടക്കുന്ന വെള്ളമേ, അന്നേരമാണ് നമുക്ക് സ്ലിപ്പാവാൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് നമുക്ക് കടക്കണം. ഞാൻ സാധാരണ അതിൽ ഡ്രൈവിങ്ങിൽ ഷൂസ് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഷൂസ് ഊരി മാറ്റി വെച്ചിട്ടാണ് പെഡൽസിൽ കാല് വെക്കുന്നത്. കാരണം എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ച ഒരു പോളണ്ടുകാരൻ അപ്പച്ചനാണ്. ഇത് നല്ല പ്രായമുള്ളൊരു പുള്ളിയായിരുന്നു. അപ്പം പുള്ളി എന്നെ എന്ത് ചെയ്താൽ ഡ്രൈവിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ പെഡൽസിൽ കാല് വെക്കാൻ നേരത്ത് ഷൂസിടാൻ സമ്മതിക്കല്ല. നമ്മൾ ഈ റൈറ്റ് ലെഗിൻ്റെ പെഡൽ, അപ്പം പുള്ളി പറയുന്നത് നമുക്ക് എൻജിൻ്റെ ഫീലിങ്ങും അല്ലെങ്കിൽ, കാരണം മാനുവൽ ഗിയറിലാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. അപ്പം നമുക്ക് ഈ ട്രക്കിൻ്റെ റൈറ്റായിട്ടുള്ള ട്രാൻസ്മിഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻജിൻ്റെ മൂവ്മെൻറ്റ് അറിഞ്ഞിരിക്കണം, എന്നാലേ കറക്റ്റായിട്ടൊക്കെ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ പാടാണ്. കാരണം ഞങ്ങൾക്ക് ടെസ്റ്റ് എടുക്കേണ്ടതും മാനുവൽ ഗിയറിൽ തന്നെയായിരുന്നേ. പുള്ളി എപ്പോഴും ബാക്കി ഇപ്പോൾ വണ്ടിയുടെ പുറത്തെ പരിപാടികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ട്രക്കിൻ്റെ അകത്ത് ഓടിക്കാൻ കയറി കഴിയുമ്പോഴത്തേക്ക് ഷൂസ് ഊരിയിടാൻ പറയും. എന്നിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് ഓടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെയർ ഫൂട്ടും കൊണ്ട് ഈ ആക്സിലേറ്റർ ചവിട്ടി പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും നമുക്ക് ട്രാക്ഷൻ മിസ്സായാൽ പെട്ടെന്ന് നമുക്കത് ഫീൽ ചെയ്യും കാലിൽ. ട്രാക്ഷൻ മിസ്സാവുക എന്ന് പറഞ്ഞാൽ നാച്ചുറലി ടയർ പാളുക എന്നാണുള്ള അർത്ഥം. ഈ 18 വീലുണ്ടെങ്കിലും ഇതിൽ എവിടെയെങ്കിലും ഒരു ട്രാക്ഷൻ മിസ്സായാൽ നമുക്കപ്പോൾ തന്നെ കാലിൽ അറിയാൻ പറ്റുമേ. അപ്പം അതൊക്കെ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, അത് ശ്രദ്ധിച്ചൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഇത്രയും വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞാൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചിലർക്കാണെങ്കിലും ഇവൻ ഇച്ചിരി ഹീറോയിസ് ആണല്ലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ നിർത്തിയിട്ടേക്കണ വണ്ടികളെല്ലാം ബ്രേക്ക് ചെക്ക് ഏരിയ, അപ്പോൾ അവിടെ നിർത്തിയിട്ടേക്കണ വണ്ടികളാണ് കേട്ടോ. അപ്പം അവരെല്ലാം, കാരണം ഇതാണ് സമ്മിറ്റ്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ബ്രേക്ക് ചൂടൊന്നുമില്ല, പ്രോപ്പറായിട്ട് ബ്രേക്ക് ഉണ്ട് എന്നെല്ലാം മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ ട്രാക്ഷനിൽ സംശയമുള്ളവർ വേണമെന്ന് ചെയിൻ ഇടണമെങ്കിലോ ഒക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിതുപോലെ പ്രശ്നമുള്ളടത്ത് ഇതിനെ തൊട്ട് പുറകെ പോകുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി കയറിയിട്ടാണേലും ഫ്രണ്ടിലുള്ള വണ്ടിയായിട്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കാരണം വാലേ പോയാൽ
അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ തുടങ്ങി. ആ സമ്മിറ്റ് അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇനി ടെമ്പറേച്ചർ മെച്ചമാവും എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഇപ്പോൾ നമ്മൾ 1 ഡിഗ്രി കാണിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് മാറി 2 ഡിഗ്രി എന്ന് കാണിച്ചാൽ എനിക്ക് സമാധാനമായി. വിച്ച് മീൻസ് ടെമ്പറേച്ചർ കയറുവാണ് മുന്നോട്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഡിഗ്രിയുടെ കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ശരിയാണെന്നാണ് ആ സാധനം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷനിൽ ആ മലയുടെ ഏറ്റവും മുകളിൽ, കാരണം മല മുകളിലൊക്കെ എപ്പോഴും തണുപ്പായിരിക്കുമല്ലോ, മലയുടെ താഴത്തേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചെയിൻ ഇട്ടിട്ടില്ല, നമ്മൾ മാത്രമല്ല പലരും ചെയിൻ ഇട്ടിട്ടില്ല. ഇതൊക്കെ ശരിക്കും ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ടെൻഷൻ എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫണ്ണ്. ഇതിപ്പോൾ ഓഫ് റോഡ് പോകുന്ന ആൾക്കാർ എന്തെല്ലാം റിസ്കുകളിൽ കൂടെയാണ് അവരുടെ വണ്ടി കൊണ്ട് മലമുകളിൽ കൂടെയും വലിയ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അവരുടെ വണ്ടി കൊണ്ട് പോകുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും എന്ത് ഭ്രാന്താ ഇത്ര റിസ്ക് എടുക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണ് ഈ പണിക്ക് നിൽക്കുന്നത്. നാച്ചുറലി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ 8 കൊല്ലമായി നമ്മളിത് ചെയ്യുന്നത്. പലരും പരിപാടി നിർത്തിയിട്ടുണ്ട്, അല്ലേ ഇറ്റ്സ് നോട്ട് വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളെ ഹാപ്പി ആയിട്ട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ ഘടകങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിത് എൻജോയ് ചെയ്യുന്നു, ഇതിൽ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇതുപോലത്തെ എക്സ്ട്രീം സ്ലിപ്പറി ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ പലർക്കും സംശയമാണ് നമ്മൾ എങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. കാരണം ഈ ജാക്ക് നൈഫ് എന്ന് പറയുന്ന ഇത് വരാനൊക്കെ സാധ്യതയുള്ളൊരു ഇതാണല്ലോ. എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. ജാക്ക് നൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ഷൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ട്രക്കും ട്രെയിലറും അടങ്ങുന്ന 2 ഭാഗങ്ങളാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൽ ട്രാക്ഷൻ നഷ്ടപ്പെട്ട് നമ്മുടെ ബാക്കിലത്തെ ട്രെയിലറിലുള്ള വെയിറ്റ് നമ്മളെ മുമ്പിലേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ജാക്കിന് തന്നെ എത്രയും വണ്ടികൾ നിർത്തിയിട്ടേക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ അയ്യോ, അപകടം വല്ലതും ആണോ? ഫുള്ള് റോഡ് ബ്ലോക്കാണല്ലോ. ചില വണ്ടികൾ ചെയിൻ ഇട്ടും ചില വണ്ടികൾ ചെയിൻ ഇടാതെയും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ചെയിൻ ഇടാൻ മാത്രമൊന്നുമില്ല. നിലം ഇപ്പോഴും വെറ്റാട്ടോ, മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് കിടക്കുന്നത്. നമുക്ക് സ്ലിപ്പറി കണ്ടീഷൻസിലാണ് നമുക്ക് ചെയിൻ ഇടേണ്ടത്. കാരണം ആ സമ്മിറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഇച്ചിരി ഇറങ്ങി താഴത്തേക്ക്. ഇവിടെ നമുക്ക് ചെയിൻ ഇല്ലാതെ സ്മൂത്തായിട്ട് ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയി തന്നെ നോക്കാം. ഇവിടെ മൊത്തത്തിൽ എന്തിൻ്റെയോ ബ്ലോക്കൊക്കെയാണ്. പക്ഷേ ഇത് സംഭവം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കിടന്ന സ്നോ ഹെവി ആവാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇറങ്ങിപ്പോണം. അവിടെയാണ് ഇതിൻ്റെ ട്രിക്ക്. ഇപ്പോൾ റൈറ്റ് ലൈൻസ് എല്ലാം സ്റ്റക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഇട്ടു. ഇതിപ്പോൾ കാറ് കൊണ്ടുപോകുന്ന വണ്ടി, ഇവിടുത്തെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറണം. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും സ്റ്റക്കായി കിടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ നല്ല സ്നോ ഉണ്ടായിരുന്നിരിക്കും നമ്മൾ വരുന്നതിന് മുമ്പേ. അപ്പോൾ അവിടെ കുറച്ച് നേരം ട്രക്കുകളെല്ലാം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ ഓടിക്കുന്നവരുടെയൊക്കെ ഡ്രൈവിംഗ് ടൈം തീർന്നു കാണും. അങ്ങനെ കിടക്കുന്നവരായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഓക്കെയാണ് ഇവിടെ ചെയിൻ ഇല്ലാതെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ ഒരു കച്ചവടം കൂടെ ഉണ്ട് കേട്ടോ. അവരെവിടെ നിന്ന് ചെയിൻ ഇല്ലാത്തവർക്കെല്ലാം ചെയിൻ നല്ല കൊള്ള പൈസയ്ക്ക് വിൽക്കുകയും ചെയ്യും, അവരിട്ട് കൊടുക്കുകയും ചെയ്യും. അത് ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സാണ്.
Hey, we're on chain control. You got to put chains on. We're Okay. on minimum. So you got to take this section and put chains on. ഓക്കെ ചെയിൻ ഇടാണ്ട് പിടിയല്ലെന്നാ പറയുന്നത്. നമുക്ക് ചെയിൻ ഇട്ടേ പറ്റുള്ളൂ. നമ്മൾ വന്ന സമയത്ത് കടത്തി വിടുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സുഖമായിട്ട് പോയാണ്. ഇതിപ്പോൾ അവന്മാർ തിരിച്ചു വിടാമെന്ന് തോന്നുന്നു ഇവിടെ ഫുള്ളായിട്ട്. ആ പിന്നെ അല്ലാതെ അത് നമ്മൾ വരുമ്പോൾ സ്നോ ഇതിന് മാത്രം ഇല്ലെന്നേ. മര്യാദക്ക് അങ്ങ് കടത്തി വിട്ടാൽ നമ്മൾ സുഖമായിട്ട് ഇറങ്ങിപ്പോയാൽ. അതും ഈ ടോപ്പിൽ മാത്രം വേണം ഒരു ഇച്ചിരി പെയ്ത്തുണ്ടെങ്കിലേ ഉള്ളൂ. ആ എന്നൊക്കെ കാണിക്കുന്ന ആ റാമ്പ് ഫുള്ള് ക്ലോസ് ആക്കി വെച്ചു. അവൻ കംപ്ലീറ്റ്ലി അതുവഴി തിരിച്ചു പോകണം, റിവേഴ്സ് പോവുക. നമുക്ക് ലെഫ്റ്റ് പോകാൻ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഈ ലെഫ്റ്റ് എടുത്ത് ചെയിനങ്ങിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് യൂ ടേൺ ഇട്ട് അങ്ങ് പോവാം. അവൻ വേറെ എവിടെ നിന്ന് കണ്ട് നേരെ വന്നതാ. അവൻ ചെയിൻ ഇട്ടിട്ടുണ്ട്. എന്നാ പറ്റി എണീക്കാൻ? മൂവ് ചെയ്യുന്നില്ലാത്തൊക്കെ ഫീൽ ചെയ്തല്ലേ? മിക്കവരും ചെയിൻ ഇട്ടിട്ടില്ലെന്ന്. അതാ ഇത്രയും ഡിലേ വരുന്നത്. കാരണം അവർക്ക് ആ കൺട്രോളിൻ്റെ ഇതിനു മുമ്പ് ചെയിൻ ഇടാൻ പറഞ്ഞ് എങ്ങും വാണിങ്ങില്ല. നമുക്ക് ചെയിൻ ഇട്ടേ പോകാൻ പറ്റുള്ളൂ. ചെയിൻ വാണിങ് ഉണ്ടെങ്കിലല്ലേ എല്ലാവരും ചെയിൻ ഇടുകയുള്ളൂ. അങ്ങ് പോരുന്നതിന് മുമ്പ് അവിടെ മറ്റേ ആൾക്കാർ നിന്ന് ചെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ചെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചെങ്കിൽ പോകുന്നു കുറേ മുമ്പ്, നമുക്കൊരു 100 കിലോമീറ്റർ അപ്പുറം. പക്ഷേ അല്ലാതെ ചെയിൻ കൺട്രോളുണ്ട്, ചെയിൻ ഇടണം എന്നുള്ള വാണിങ് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും വലിയ ഡിലേ. കാരണം ആരെയും ഹൈവേയിലേക്ക് വിടാൻ പറ്റാനുള്ള, എല്ലാവരെയും എക്സിറ്റ് അടിപ്പിക്കുക. അത് ചെയിന പേരാണല്ലോ. ഇറങ്ങി പോകാൻ പാകത്തിന് ഇട്ടില്ലെങ്കിൽ അല്ല, ഞാൻ ഏങ്കോണിച്ചിടാൻ വേണ്ടിയിട്ടാ. നമ്മളെ ഫ്രണ്ടിൽ അപ്പുറം ആരും കൊണ്ട് ഇടാണ്ടേ. എല്ലാം അവിടെ ചെയിൻ ഇട്ടന്മാരൊക്കെ ഇറങ്ങാൻ പറ്റാണ്ട് കിടപ്പുണ്ടായിരുന്നു അവരെ. മിനിമം ഇട്ടാൽ മതി, 4 ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ ബക്കറ്റിൻ്റെ അകത്തായിട്ട് വെച്ചേക്കുന്നത്. ചെയിൻ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതുപോലത്തെ ഒരു നമ്മളെ ചെയിൻ ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഇനി വേറൊരു രീതിയിലും കൂടെ നമ്മൾ ലോക്ക് ചെയ്യുന്നതാണ്. ഈ സാധനം കണ്ടോ, ഇപ്പോഴും മഞ്ഞൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നവരെ ഇപ്പോൾ ലൂസല്ലേ. അന്നേരം മറ്റേ ആ ജോയിന്റ് ഇത് ടൈപ്പ് ചെയ്യണ്ടേ.
Said I made up my mind this time. I'm taking it over.